ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ചാപ്റ്റർ 2 ആണ്. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫൗണ്ടേഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും ഒരു ഫൗണ്ടേഷനാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് കൺസ്യൂമർ ഡിമാൻഡ് എന്ന് നമുക്ക് അറിയാം. കാരണം ലാസ്റ്റ് നമ്മൾ പഠിച്ച ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു ഡിമാൻഡ് എന്താണെന്നുള്ളതും പ്രൈസ് കൂടുന്തോറും ഡിമാൻഡ് കുറയുന്നു, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു വരുന്നു, പ്രൈസ് കുറയും തോറും ഡിമാൻഡ് കൂടുന്നു എന്നുള്ള ആ ഒരു റിലേഷനാണ് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡിനെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൺസ്യൂമർ ഡിമാൻഡ് എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം കൺസ്യൂമർക്ക് ഒരു പ്രൊഡക്റ്റിനോട് ഡിമാൻഡ് ഉണ്ടാവാനുള്ള കാരണം? ഒന്ന്, ഡൈനാമിക് ഇൻ നേച്ചർ. ഓരോ കൺസ്യൂമേഴ്സിൻ്റെയും ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്താ, എപ്പോഴും അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അത് ഒരേപോലെ എപ്പോഴും ഒരു പ്രൊഡക്റ്റിൻ്റെയും ഡിമാൻഡ് മാർക്കറ്റിൽ നിലനിൽക്കില്ല. അത് പല കാരണങ്ങൾ കൊണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ട്, അപ്പോൾ ഡൈനാമിക് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നേച്ചറാണ്. എപ്പോഴും ഡിമാൻഡ് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചില സമയം നമുക്കറിയാം പ്രൈസ് കുറഞ്ഞു എന്ന് കേൾക്കുമ്പം ധാരാളം പർച്ചേസ് ചെയ്യുന്നതും, പ്രൈസ് കൂടിയെന്ന് പറയുമ്പം ആ പർച്ചേസ് ചെയ്യുന്നത് കുറയാനും ഒരു സാധ്യത എപ്പോഴും കാണാം. അപ്പോൾ എപ്പോഴും പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിമാൻഡ് ഉള്ളത്. ഡിപ്പെൻഡ്സ് ഓൺ സപ്ലൈ. അതേപോലെ പ്രൈസ് മാത്രമല്ല, സപ്ലൈനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം നല്ലോണം ഒരു പ്രൊഡക്റ്റ് എല്ലാവിടെയും സപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. പക്ഷെ അത് കിട്ടാതെ വരുന്നൊരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രൈസ് അവിടെ കൂടും, അല്ലേ? അപ്പോൾ അതാണ് അവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സപ്ലൈ എന്ന് പറയുമ്പം അവിടെ പ്രൊപ്പോർഷണൽ ആണെന്നുള്ള ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. ഡിമാൻഡ് കൂടുന്തോറും എന്താണ്, സപ്ലൈ അവിടെ കുറഞ്ഞു വരിക, അതാണ്. അപ്പോൾ പീപ്പിൾ ഗെറ്റ് റെഡി ടു പേ എനി പ്രൈസ് ടു ഗെറ്റ് ദ പ്രോഡക്റ്റ്. അങ്ങനെ വരുന്ന സമയത്ത് ഏത് വില കൊടുത്തും അവരത് നേടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കോമ്പറ്റീഷനാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൺസ്യൂമർ ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ഓർത്ത് എഴുതുക. എപ്പോഴും ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, എപ്പോഴും പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കോമ്പറ്റീഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഡിമാൻഡ് അഫക്റ്റഡ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. ഡിമാൻഡിനെ പ്രൈസും ഈ പറഞ്ഞ പോലെ സപ്ലൈയും കോമ്പറ്റീഷനും അല്ലാതെ തന്നെ ഒരുപാട് ഘടകങ്ങൾ, മറ്റ് ചില ഘടകങ്ങൾ കൂടിയിട്ട് അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ കോമ്പറ്റീഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് അതേപോലെ വേറൊരു പ്രൊഡക്റ്റും കൂടി മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ അവർ വില കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഡിമാൻഡ് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനിൽ എന്തൊക്കെ സംഭവിക്കും, നമ്മുടെ കോമ്പറ്റീറ്ററുടെ പ്രൊഡക്റ്റിനെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചെല്ലാം ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഡിമാൻഡും വാരി ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് പറയുന്നത്. ഇനി പ്രൈസും അതേപോലെ സപ്ലൈയും കോമ്പറ്റീഷനും അല്ലാതെ വരുന്ന ഫാക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വാങ്ങാനുള്ള കഴിവ് വേണം, അതായത് നമുക്കൊരു ഇൻകം ഉണ്ടായിരിക്കണം, നമുക്ക് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉണ്ടായിരിക്കണം. ആ ഒരു പ്രൊഡക്റ്റ് വേണം, നമ്മൾ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ്, അല്ലെങ്കിൽ അതേപോലത്തെ മറ്റുള്ള പ്രൊഡക്റ്റിൻ്റെ ഗുഡ്സിൻ്റെ പ്രൈസും കൂടി നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അതേപോലെ നമുക്ക് ചില പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ചില എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ഫാക്ടറാണ് ഡിമാൻഡ് എപ്പോഴും ബേസ് ചെയ്തിരിക്കുന്നത് വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. അപ്പം ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് അതിനോട് ഡിമാൻഡ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് എന്ത് വേണം, അതിന് പറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങാൻ ഞാൻ വില്ലിങ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് അവിടെ ആ പ്രൊഡക്റ്റ് അവിടെ വിറ്റ് പോകുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനോട് ഡിമാൻഡ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ആ ഒരു മനോഭാവം കൂടി ഇവിടെ ആവശ്യമാണ്. അപ്പോൾ 6 പോയിൻ്റാണ്. സോ 6 മാർക്കിലുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത ഉള്ളതാണ്. എന്താണ് കൺസ്യൂമർ ഡിമാൻഡിൻ്റെ ക്യാരക്ടർ? കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മളാണ്. നമ്മൾ എങ്ങനെയൊക്കെ ഒരു പ്രൊഡക്റ്റിനെ നോക്കിക്കാണുന്നു ചിന്തിച്ചാൽ മതി. അത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ പ്രൈസ്, സപ്ലൈ, കോമ്പറ്റീഷൻ, അതേപോലെ തന്നെ മറ്റുള്ള ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് വില്ലിങ്നെസ് ടു എബിലിറ്റി ടു പേ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്തതാണ് ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഡിമാൻഡ് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്, നിർബന്ധമായിട്ടും പഠിക്കുക. എന്താണ് ഡിമാൻഡ് അനാലിസിസ് പറഞ്ഞാൽ? ഇതൊരു പ്രോസസ്സാണ്. എന്താണ് ഈ പ്രോസസ്സിൽ നടക്കുന്നത്? അസസിങ് ദ ഡിമാൻഡ് ഫോർ എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രൊഡക്റ്റോ സർവീസോ മാർക്കറ്റിലുണ്ടെങ്കിൽ അതിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്ന് അസസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് എക്സാമിൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് കൂടി എക്സാമിൻ ചെയ്യുന്നുണ്ട്. അതായത്
കൺസ്യൂമറുടെ പർച്ചേസിങ് ഡെസിഷൻ അവരെങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു, അതായത് അതിൻ്റെ പ്രൈസ് നോക്കുന്നുണ്ടോ, പ്രിഫറൻസ് നോക്കുന്നുണ്ടോ, മാർക്കറ്റ് കണ്ടീഷൻ നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വിലയിരുത്തപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ ഈ ഫാക്ടേഴ്സിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എത്രത്തോളം ഈ പ്രൊഡക്റ്റിന് ആവശ്യക്കാരുണ്ട്, ഡിമാൻഡ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാനും അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ത് വേണം തീരുമാനിക്കാനും എങ്ങനെ സെയിൽസിനെ ഫോർകാസ്റ്റ് ചെയ്യണമെന്നൊക്കെ തീരുമാനം എടുക്കാൻ സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിമാൻഡ് അനാലിസിസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ 3 സെൻറ്റൻസുമാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ, 3 സെൻറ്റൻസുകളും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ പഠിച്ചെഴുതാം. ഓക്കെ, ചെറിയൊരു ത്രോട്ട് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്രോച്ചസ് ടു അനലൈസിങ് കൺസ്യൂമർ ഡിമാൻഡ്. ഇനി എങ്ങനെയൊക്കെയാണ് കൺസ്യൂമർ ഡിമാൻഡിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക, മനസ്സിലാക്കാൻ പറ്റുക, അതിനുള്ള അപ്രോച്ചുകൾ എന്തൊക്കെയാണ്? അതിൽ പ്രധാനമായിട്ട് പറയുന്നത്, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 7 പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ 6 മാർക്കിന് അടുത്തത് ചോദ്യം വരാനുള്ളൊരു സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നമുക്കത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് യൂസ് ചെയ്യാം. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഉണ്ട്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഉണ്ട്. ഇനി അപ്പുറത്ത് കുറച്ച് പോയിന്റും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് പറഞ്ഞു പോവാം. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൺസ്യൂമേഴ്സിന് എങ്ങനെ ക്യാൻ മെഷർ ആൻഡ് അസൈൻ എ ന്യൂമറിക്കൽ വാല്യൂ ടു ദ സാറ്റിസ്ഫാക്ഷൻ ദേ ഗെറ്റ് ഫ്രം കൺസ്യൂമിങ് എ ഗുഡ് ഓർ സർവീസ്. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു സേവനം നമുക്ക് വേണം. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഒരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്തുകൊണ്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു ആളുടെ നിന്ന് സർവീസ് യൂസ് ചെയ്തു, അതിന് നമ്മൾ 200 രൂപ പേയ്മെൻറ്റ് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ മൊബൈൽ കേട് വന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് ആളുടെ അടുത്ത് കൊടുത്ത് കൃത്യമായി നേരാക്കി എടുത്തപ്പോൾ അവർ 500 രൂപ ചോദിച്ചു. 500 രൂപയ്ക്കുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ സർവീസ് കിട്ടിയപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു വാല്യൂവിനെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷനെ അളക്കുന്നതെങ്കിൽ അതിനെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നമ്പേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, പകരം എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്, നമുക്കിവിടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ റാങ്ക് ചെയ്യണം, റാങ്ക് ദെയർ പ്രിഫറൻസസ്, നമ്മുടെ പ്രിഫറൻസിനെ റാങ്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ തന്നെ എക്സാമ്പിൾ പറയുന്നുണ്ട്, നമ്മൾ ചിലപ്പം എന്താണ് ആപ്പിൾ, ബനാന 2 ഫ്രൂട്ട്സ് ആണ്. ഇതിൽ ഏതാണ് ഇഷ്ടം ചോദിച്ചാൽ നമുക്ക് 10 അല്ലെങ്കിൽ 20 എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ഞാൻ ബനാനയേക്കാൾ ഇഷ്ടപ്പെടുന്നത് ആപ്പിളാണ്, അല്ലെങ്കിൽ ആപ്പിളിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് ബനാനയാണ്. അപ്പോൾ അവിടെ റാങ്ക് ചെയ്യാണ്, എൻ്റെ പ്രിഫറൻസിനെ അവിടെ റാങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. ആ മെത്തേഡാണെങ്കിൽ അതിനെ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണ്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ നേരത്തെ പറഞ്ഞ ഈ 2 എണ്ണത്തിൻ്റെയും കോമ്പിനേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമറിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡുകളെ കമ്പൈൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഈ ഒരു കർവിൽ കാണിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ഡിഫറെൻറ്റ് കോമ്പിനേഷനും എടുക്കും. ആ 2 സാധനങ്ങളുടെ, ഇപ്പോൾ ആപ്പിളും ബനാനയാണ് വെച്ചാൽ അതിൻ്റെ പല തരത്തിലുള്ള കോമ്പിനേഷൻസ് എടുത്തിട്ട് അതിൽ ഏറ്റവും ബെറ്റർ ആയത് അല്ലെങ്കിൽ ഈക്വലി ഗുഡ് ആയതാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കർവ് വരയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കൺസ്യൂമേഴ്സിന് എളുപ്പത്തിൽ തന്നെ അവരുടെ സ്പെൻഡിങ്ങും ഓരോ ഡിഫറെൻറ്റ് ഗുഡ്സ് വാങ്ങുന്നതിൽ നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് മൂന്നാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത്. നാലാമത്തെ അപ്രോച്ച് പറയുമ്പോൾ ബഡ്ജറ്റ് ലൈൻ അപ്രോച്ചാണ്. എന്താണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്രോച്ചിൽ ഇതിലെന്താണെന്ന് വെച്ചാൽ കൺസ്യൂമറുടെ ബഡ്ജറ്റും അവരുടെ പ്രിഫറൻസുമാണ് നോക്കുന്നത്. എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ട്, ആ രൂപ വെച്ചിട്ട് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങും, എന്തിനാണ് ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ പറഞ്ഞാൽ തന്നെ എന്താണ്, അവിടെയും ഈ 2 ഗുഡ്സിൻ്റെ കോമ്പിനേഷൻസ് എടുക്കുക. കൺസ്യൂമറിന് എത്രത്തോളം അഫോർഡബിൾ ആണ്, നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ എത്രത്തോളം നമ്മൾ വില്ലിങ് ആണ്, നമ്മുടെ ഇൻകം എത്ര ഉണ്ട്, ആ പറയുന്ന ഗുഡ്സിൻ്റെ പ്രൈസ് കൊടുത്ത് വാങ്ങാനുള്ള ഇൻകം ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ ബഡ്ജറ്റ് ലൈനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻഡിഫറൻസ് കർവ് യൂസ് ചെയ്തുകൊണ്ടൊക്കെ എക്കണോമിസ്റ്റുകൾ കൺസ്യൂമേഴ്സിൻ്റെ ചോയ്സിനെ അവിടെ മെഷർ ചെയ്യാറുണ്ട്. ഈ ഒരു മെത്തേഡിനെയാണ് ബഡ്ജറ്റ് ലൈൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി ഡിമാൻഡ് കർവ് അപ്രോച്ച് ഉണ്ട്. ഡിമാൻഡ് കർവ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അവിടെ റിലേഷൻഷിപ്പ് കാണിക്കുകയാണ് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ. ഡിമാൻഡ് കർവ് എപ്പോഴും എങ്ങനെയാണ്, സ്ലോപ്സ് ഡൗൺവേർഡ്, മുകളിൽ നിന്ന് താഴേക്കാണത് സ്ലോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ കണ്ട ഗ്രാഫിൽ ലാസ്റ്റ് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ പ്രൈസാണ്, ഇവിടെ എന്താണ് ക്വാണ്ടിറ്റിയാണ്. ഇവിടെ പ്രൈസ് ഇങ്ങനെ കൂടി പോകുന്തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കുറഞ്ഞ് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ലോപ്സ് ഡൗൺവേർഡ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്.
ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് പ്രൈസിൽ വരുന്ന മാറ്റങ്ങൾ ആൾക്കാരുടെ കൺസ്യൂമർ ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത് എന്ന് ഗ്രാഫിക്കലി നമുക്ക് മനസ്സിലാവാൻ പറ്റും. ആറാമത്തെ പോയിന്റ് പറയുന്നത് റിവീൽഡ് പ്രിഫറൻസ് തിയറിയാണ്. റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറഞ്ഞാൽ തന്നെ ഓരോ കൺസ്യൂമേഴ്സിൻ്റെയും യഥാർത്ഥ പ്രിഫറൻസ് എന്താണെന്ന് അവർ തന്നെ വെളിപ്പെടുത്തുക അല്ലേ. ഈവൺ ഇഫ് ദേ കാണ്ട് എക്സ്പ്ലെയിൻ ദം, അവർക്കെല്ലാം ചിലപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിക്കോളുന്നില്ല, എങ്കിലും അവരവരുടെ ട്രൂ പ്രിഫറൻസിനെ റിവീൽ ചെയ്തുകൊണ്ട് അറിയാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്. ഒബ്സർവിങ് ദ ചോയ്സസ് കൺസ്യൂമേഴ്സ് ആക്ച്വലി മേക്ക് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോകുന്നു, അവിടെ ഓരോന്നിൻ്റെ വില ചോദിക്കും. ചിലപ്പോൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച സാധനം 1 കിലോ ആയിരിക്കും, അതിന് വില കൂടുതൽ കാരണം 1/2 കിലോ വാങ്ങുള്ളൂ, ചിലപ്പോൾ വാങ്ങാതെ വന്നു എന്ന് വരും. അപ്പോൾ മാർക്കറ്റ് പ്ലേസിൽ എത്തുമ്പം ഒരു കൺസ്യൂമർ എങ്ങനെ ആക്ച്വലി അവർ ചോയ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്, റാദർ ദാൻ റിലയിങ് ഓൺ ദെയർ സ്റ്റേറ്റഡ് പ്രിഫറൻസസ്. കാരണം അവർ ഓൾറെഡി പോകുമ്പോൾ തന്നെ പറയും ഞാൻ ഇതൊക്കെ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് പോകുന്നു, അതാണ് അവർ സ്റ്റേറ്റ് ചെയ്തൊരു പ്രിഫറൻസ്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് ഇതാകെ വിലയുടെ പ്രശ്നവും അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി തോന്നിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം കാരണം നമ്മൾ പറഞ്ഞത് അവിടെ പാലിക്കില്ല. കാരണം മാർക്കറ്റ് പ്ലേസ് എത്തുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആ തീരുമാനം ചിലപ്പോൾ കുറച്ചെങ്കിലും മാറും. കാരണം ബൈ ലുക്കിംഗ് അറ്റ് ദ ഗുഡ്സ് കൺസ്യൂമേഴ്സ് ചൂസ് ഹൗ ദേ ബിഹേവ് വെൻ ഫേസ്ഡ് ദ ഡിഫറെൻറ്റ് പ്രൈസസ്. പല പ്രൈസസിലാണെങ്കിൽ എത്രയൊക്കെ വാങ്ങാം എന്നുള്ളത് അവരവിടെ നിന്ന് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ശരിക്കും അവരുടെ പ്രിഫറൻസ് റിവീൽ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. കാരണം ഒരു മാർക്കറ്റ് പ്ലേസിൽ വെച്ച് പീപ്പിൾ എങ്ങനെ ചൂസ് ചെയ്യുന്നു, അവരുടെ ട്രൂ പ്രിഫറൻസ് എങ്ങനെയാണ് അവർ റിവീൽ ചെയ്യുന്നത്, ഈവൻ അവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരെങ്ങനെ റിവീൽ ചെയ്യുന്നതിൻ്റെ ബേസിലാണ് പറയുന്നത്. ഏഴാമത്തെ പോയിന്റിൽ പറയുന്ന എക്കണോമെട്രിക് അപ്രോച്ചാണ്. എക്കണോമെട്രിക് അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, മാത്തമാറ്റിക്കൽ മോഡൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കൺസ്യൂമറുടെ ഡിമാൻഡിനെ അനലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഡാറ്റകൾ യൂസ് ചെയ്യുക, ഇക്വേഷൻസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെയൊക്കെ ബേസിൽ എങ്ങനെയാണ് ഡിമാൻഡ് ഉണ്ടാവുക എന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. അതായത് മാറ്റങ്ങൾ വരുമ്പോൾ പ്രൈസും ഇൻകവും കൺസ്യൂമർ ടേസ്റ്റും ഒക്കെ മാറുമ്പോൾ ഡിമാൻഡിന് എന്ത് മാറ്റങ്ങൾ വരുന്നു എന്ന് ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് എക്കണോമെട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ്. എന്താണ് കൺസ്യൂമർ ഡിമാൻഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക, അതേപോലെ തന്നെ ഡിമാൻഡ് അനാലിസിസ് നിർബന്ധമായി പഠിക്കുക. ഡിമാൻഡ് അനാലിസിസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രോച്ചുകൾ 7 പോയിന്റുകളുണ്ട്, നോട്ട് ചെയ്തോളാം. ഇനി അടുത്തത് ഒരു 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവലിനെയാണ് അതിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. വെൻ വി കൺസ്യൂം എ കമ്മോഡിറ്റി വി ഗെറ്റ് സം സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ ഒരുപാട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, മരുന്ന് കഴിക്കുന്നു, അത് കഴിക്കുമ്പോൾ ഭേദമാവുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് എന്താണോ ഇങ്ങോട്ട് കിട്ടിയത്, ബെനിഫിറ്റ് കിട്ടിയത്, സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്, അതിനെ തന്നെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം ദ കൺസെപ്ഷൻ ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്തപ്പം അതിൽ നിന്ന് നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷനെയാണ് എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി. അപ്പോൾ ഇത് പഠിച്ചോളാം കേട്ടോ, എന്താണ് യൂട്ടിലിറ്റി എന്നുള്ളത് പഠിച്ചോളാം. അല്ലെങ്കിൽ നമ്മുടെ വാണ്ട്, നമ്മുടെ ആഗ്രഹം എന്തായിരുന്നോ അതിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിവുള്ള ഒരു വസ്തു അല്ലെങ്കിൽ സാധനം, ഏതിനെയും നമുക്ക് യൂട്ടിലിറ്റി എന്ന് പറയാം. കമ്മോഡിറ്റി, ഇനി ആ ഒരു കമ്മോഡിറ്റി നമ്മുടെ വാണ്ടിനെ, നമ്മുടെ ആഗ്രഹത്തിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ദെൻ വി സേ ദാറ്റ് ഇറ്റ് ഹാസ് നോ യൂട്ടിലിറ്റി. അപ്പോൾ നമ്മൾ എന്ത് പറയും, അതിന് യാതൊരു ഗുണവും ഇല്ല, ഉപയോഗവും ഇല്ല എന്ന് പറയും. അപ്പോൾ ഈ യൂട്ടിലിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരണം പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പം ഞാനൊരു സാധനം ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ്റെ അത്രയും മറ്റൊരാൾക്ക് കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് ആവില്ല ചിലപ്പോൾ വേറൊരു സ്ഥലത്ത് യൂസ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഈ ഒരു കാലയളവിൽ നമ്മൾ മുൻ വർഷങ്ങളൊക്കെ ഉപയോഗിച്ച സാധനമായിരിക്കും, അന്നേരം നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് തോന്നി, പക്ഷേ ഇപ്പോൾ നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്താണ് ഈ ഒരു യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ പേഴ്സൺ ടു പേഴ്സണും ടൈം ടു ടൈമും പ്ലേസ് ടു പ്ലേസും ഒക്കെ ചിലപ്പം മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഇതും കൂടിയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അതിനോട് അടുത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വാട്ട് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ ഏതെങ്കിലും ഒരു ഗുഡ്സോ സർവീസോ യൂസ് ചെയ്യുന്നതിൻ്റെ, കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സാധാരണ കിട്ടുന്നതിനേക്കാൾ ഉപരി ഒരു അഡീഷണൽ ആയിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഗുഡ്സോ സർവീസോ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് അഡീഷണൽ ആയിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഇപ്പോൾ ഇഫ് യു ആർ ഈറ്റിംഗ് പിസ്സ ആൻഡ് യു ഈറ്റ് എ സെക്കൻഡ് സ്ലൈസ്, ദ മാർജിനൽ യൂട്ടിലിറ്റി ഇസ് ദ എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ യു ഗെറ്റ് ഫ്രം ദ സെക്കൻഡ് സ്ലൈസ് കമ്പയർഡ് ടു ദ ഫസ്റ്റ് വൺ.
കാരണം ഇപ്പം നമ്മൾ പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുക, ആദ്യത്തെ ഒരു സ്ലൈസ് കഴിച്ചു, അപ്പം നമ്മൾ സെക്കൻഡ് സ്ലൈസ് കഴിക്കണം. രണ്ടാമത്തെ സ്ലൈസ് കഴിച്ചപ്പം ആദ്യം കിട്ടിയതിനേക്കാൾ ഒരു എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ അവിടെ കിട്ടുന്നുണ്ട്. ആദ്യത്തെ കമ്പയർ ചെയ്തതിനെക്കാട്ടിലും നമ്മൾ രണ്ടാമത്തെ ഒരു സ്ലൈസും കൂടി കഴിച്ചപ്പോഴാണ് നമുക്ക് ഒന്നുകൂടിയിട്ട് അഡീഷണൽ ആയിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. അപ്പോൾ ഇതിനെ തന്നെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എക്കണോമിക്സിൽ എപ്പോഴും നിങ്ങൾക്ക് കാര്യങ്ങൾ ഓർത്ത് വെക്കണമെങ്കിൽ എക്സാമ്പിളും കൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അത് നിർബന്ധമായിട്ടും മാർജിനൽ യൂട്ടിലിറ്റി പഠിക്കുക. ഇനി ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ കൺസ്യൂമേഴ്സ് ട്രൈ ടു ഗെറ്റ് ദ മോസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ഫോർ ദെയർ മണി. ശരിയല്ലേ? നമ്മൾ കൊടുക്കുന്ന പണത്തിന് അതിൽ നിന്ന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടാനാണ് എല്ലാ കൺസ്യൂമേഴ്സും ആഗ്രഹിക്കുക. ഇഫ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് ഹയർ ദാൻ ദ പ്രൈസ്, നമ്മൾ കൊടുത്ത പൈസയേക്കാൾ നമുക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടി എങ്കിൽ എന്താണ്, ദേ വിൽ ബൈ മോർ. അല്ലേ? നമ്മൾ നമ്മൾ കൊടുത്ത പൈസ 10 രൂപയാണെന്ന് വെച്ചാൽ പക്ഷെ നമുക്കൊരു 15 രൂപയുടെ വേർത്ത് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അധികം വാങ്ങിക്കും. പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി കുറവാണ് തോന്നിയതെങ്കിലോ നമ്മൾ അതോടെ ആ വാങ്ങൽ അവിടെ നിർത്തും. അപ്പോൾ ഇതാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി എപ്പോഴും ഉണ്ട് തോന്നിക്കഴിഞ്ഞാൽ, നമ്മൾ കൊടുത്ത പണത്തിനേക്കാൾ ഉണ്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നിർബന്ധമായും പഠിക്കേണ്ടതാണ്. അടുത്തതും ഇതേപോലെ പഠിക്കേണ്ട ഒരു പോയിന്റാണ്, വാട്ട് ഈസ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് ഡിമിനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു ഗുഡ്സോ സർവീസോ ഉപയോഗിക്കുന്നതിൻ്റെ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, അതാണ് മാർജിനൽ യൂട്ടിലിറ്റി. അത് ഡിമിനിഷ് ചെയ്യുക പറഞ്ഞാൽ എന്താ, കുറയുക. കാരണം ദിസ് ലോ സേസ് ദാറ്റ് യു കൺസ്യൂം മോർ ഓഫ് എ പ്രൊഡക്റ്റ്. ചിലപ്പം ഒരു പ്രൊഡക്റ്റ്, ഇപ്പം നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റിക്ക് പഠിച്ചത് പിസയുടെ സ്ലൈസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ അത് ഡിമിനിഷ് ചെയ്യുക പറയുമ്പോൾ ആദ്യം നമ്മളൊരു സ്ലൈസ് കഴിച്ചു, അപ്പോൾ നമ്മൾ ഹാപ്പിയായി. രണ്ടാമത്തെ ഒരു സ്ലൈസ് കൂടി കഴിച്ചു, അപ്പോൾ നമുക്ക് ഒന്നുകൂടി സമാധാനമായി. അതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് ഞാൻ പറഞ്ഞു. അത് ഡിമിനിഷ് ചെയ്യുന്ന എപ്പോഴാണ്, നമ്മൾ നല്ലോണം വിശന്ന് വലഞ്ഞ് വരുന്ന ഒരാളെ വിചാരിക്കുക. അപ്പോൾ നമുക്ക് വേഗം കിട്ടുന്നതെല്ലാം വാരി വലിച്ച് തിന്ന് ഒരു 3-4 വായ കഴിച്ചു കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് ആ ഒരു ആർത്തിയൊക്കെ അങ്ങോട്ട് കുറഞ്ഞു പോയി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു ആവശ്യം അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. പിന്നെ കഴിക്കുന്ന ഓരോ വായി എന്താണ്, ആ ആദ്യത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കവിടെ കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെ അത് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിനെ തന്നെ എന്ത് പറയുന്നത്, ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. കാരണം ഓരോ അഡീഷണൽ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യും തോറും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ കുറഞ്ഞു വരികയാണെങ്കിൽ അതിനെയാണ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മൾ ശരിക്കും വിശപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. നമ്മൾ വിശന്നിരിക്കുമ്പം ആദ്യത്തെ ഒരു 3-4 വായ നമ്മൾ വേഗം വേഗം കഴിച്ച് നമുക്കൊന്ന് ആശ്വാസമായി കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു അളവ് കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പിന്നെ അത്ര വലിയൊരു അത്യാവശ്യം ഒന്നും നമുക്ക് അവിടെ ഫീൽ ചെയ്യാറില്ല. അപ്പോൾ അതിനെ തന്നെയാണ് ഡിമിനിഷിങ് അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി പിസയുടെ ആ ഒരു എക്സാമ്പിൾ കൊണ്ട് തന്നെ നിങ്ങൾ രണ്ടും പഠിക്കുക, മാർജിനൽ യൂട്ടിലിറ്റിയും അതിൻ്റെ ഡിമിനിഷിങ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടി ഒന്ന് നോക്കാം. സം കോമൺ സ്ട്രാറ്റജീസ് കൺസ്യൂമേഴ്സ് യൂസ് ഇൻ ഡിമാൻഡ് ഡിസിഷൻ അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ചിലപ്പോൾ ചില കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല റിസ്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തത ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ കൺസ്യൂമേഴ്സ് എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കാറ് എന്നുള്ളതാണ് നോക്കുന്നത്. അവിടെ അവർ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ സ്റ്റിക്കിംഗ് ടു എസെൻഷ്യൽസ്. നമ്മുടെ മുമ്പിൽ കുറേ ഐറ്റംസ് ഉണ്ട്, കുറച്ച് പണം കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഏതിനാണ് പ്രിഫറൻസ് കൊടുക്കുക, നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായത് എന്താണോ അതിനെയാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം മാത്രമാണ് എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ള ആവശ്യങ്ങളിലേക്ക് നീങ്ങുള്ളൂ. അത് ഒരു കോമൺ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഒരു കൺസ്യൂമർ ചെയ്യുന്നത്. രണ്ടാമത് സീക്കിംഗ് ഡിസ്കൗണ്ട്സ് ആൻഡ് ബാർഗെയിൻസ്. നമ്മൾ ചെയ്യുന്നത് തന്നെ ആലോചിച്ചാൽ നമുക്കിവിടെ ഉത്തരം കിട്ടും. കാരണം നമ്മുടെ കയ്യിൽ പൈസ കുറച്ചേ ഉള്ളൂ വെച്ചാൽ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് എന്താ, ഏറ്റവും ആ ഒരു സമയത്ത് നമ്മളിവർ ബില്ലിട്ട് കൊണ്ടുപോകണം, ഒരു 5-8 ഐറ്റം വാങ്ങണം, പക്ഷെ അത്രയ്ക്കുള്ള പൈസ കയ്യിലില്ല. അവിടെ ചെന്ന് നോക്കുമ്പം നമ്മുടെ ആവശ്യവും പണവും കൂടി നമ്മൾ കമ്പയർ ചെയ്തിട്ടായിരിക്കും അതിൽ ഏറ്റവും വേണ്ടത് എന്താണോ അത് ആ ഒരു അളവിൽ വാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ അവരോട് കുറേ ഡിസ്കൗണ്ട് ചോദിക്കും, കൂപ്പൺ ചോദിക്കും, അല്ലെങ്കിൽ ഓഫർ ഉണ്ടോ ചോദിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും നമ്മൾ, അല്ലെങ്കിൽ കുറച്ച് വില പേശും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് സേവിങ് മോർ മണി. സേവിങ് മോർ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കൺസ്യൂമേഴ്സ് എപ്പോഴും പണം സൂക്ഷിക്കാനാണ് അവർ കൂടുതലായി നോക്കുക അല്ലേ. എവിടെ ലാഭമുണ്ടോ അവർ ആ സമയത്തൊക്കെ അവിടെ ഓടിപ്പോയിട്ട് സാധനങ്ങൾ വാങ്ങുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് സ്പെൻഡിങ് ഓൺ നോൺ എസെൻഷ്യൽ ഐറ്റംസിലൊന്നും അത്ര അത്യാവശ്യമില്ലാത്തതിലൊന്നും അവർ കൊണ്ടുപോയി പൈസയൊന്നും ചിലവാക്കില്ല. അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്ന അവരുടെ സേവിങ്സ് ഇങ്ങനെ കൂട്ടി വയ്ക്കുക. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും നമ്മൾ വിചാരിക്കാത്ത
സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കവിടെ ക്യാഷിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെപ്പോഴും പ്രിപ്പയർഡ് ആണ്. ഫിനാൻഷ്യൽ ചാലഞ്ചസ് എന്തെങ്കിലും വരുമ്പം അതിനനുസരിച്ച് പെട്ടെന്ന് ഇപ്പോൾ നമ്മുടെ ജോലി പോയി അല്ലെങ്കിൽ എക്കണോമിക് ചേഞ്ച് വന്നു. അപ്പോൾ അവിടെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു എമൗണ്ട് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തിട്ട് മാത്രമേ അവർ പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പോൾ പൈസ എപ്പോഴും സേവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ചോയ്സുകൾ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം പറയുന്നത്. കാരണം ചില ആളുകൾ അവരുടെ എല്ലാ പണവും കൊണ്ടുപോയിട്ട് വെറും എക്സ്പെൻസീവ് ഐറ്റത്തിൽ മാത്രമേ ഇടുള്ളൂ. പക്ഷെ അതേ സമയം കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യാനും അതേ പൈസ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ലോവർ കോസ്റ്റ് ഐറ്റം, ഇപ്പം നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ പോയിട്ട് 5000 രൂപയ്ക്ക് നമുക്കൊരു സാരി വാങ്ങാം. പക്ഷേ അത് ഒരു ഓപ്ഷൻ. ആ 5000 എന്നുള്ളത് മുഴുവനും ഉപയോഗിച്ചതെത്ത ഒറ്റ സാരിയിലാണ്. പക്ഷെ അതേ സമയം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 500 1000ൻ്റെ കിട്ടുകയാണെങ്കിൽ ആ 5000 രൂപയ്ക്ക് എന്തോരം സാരി നമുക്കവിടെ വാങ്ങാം അല്ലേ? അപ്പോൾ അതാണ് ഡൈവേഴ്സിഫൈ ചെയ്യുക ചോയ്സസിനെന്ന് പറയുന്നത്. അങ്ങനെയും ചിലപ്പോൾ കൺസ്യൂമേഴ്സ് സ്ട്രാറ്റജി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പോസ്റ്റ്പോണിങ് പർച്ചേസസ്. പോസ്റ്റ്പോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ചില നമുക്ക് കൃത്യമായിട്ട് ഫ്യൂച്ചറിലെ കാര്യങ്ങളെ അറിയാൻ പറ്റുന്നില്ല, അൺസർട്ടൺ ആണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കൺസ്യൂമർ ഡിസൈഡ് ചെയ്യും ആ പർച്ചേസ് ഇപ്പോൾ ചെയ്യണ്ട, പിന്നീട് അത് ചെയ്യാം, അതൊന്ന് ഡിലേ ആക്കാം, നീട്ടി വെക്കാം എന്നൊക്കെ. കാരണം അവർക്കത് ഉറപ്പില്ല ഫ്യൂച്ചർ ഇൻകം ഉണ്ടാവുമോ അല്ലെങ്കിൽ അത് വാങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ എക്കണോമിയുടെ സ്റ്റേറ്റ് എന്താണ്. അപ്പോൾ അവർ കയ്യിലുള്ള പൈസ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യാനാണ് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനം അവർ പിന്നേക്ക് മാറ്റി വയ്ക്കും, പോസ്റ്റ്പോൺ ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ റിലയിങ് ഓൺ ട്രസ്റ്റഡ് ബ്രാൻഡ്സ് ഓർ ഫെമിലിയർ പ്രൊഡക്റ്റ്. ചില കൺസ്യൂമേഴ്സ് എന്താ ചെയ്യുക, ചില എപ്പോഴും അവർ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ഓരോ സാധനം വാങ്ങാൻ ഓരോ ബ്രാൻഡുകൾ ഉണ്ടായിരിക്കും. അവർക്ക് വിശ്വാസമുള്ള കുറച്ച് ബ്രാൻഡുകൾ ഉണ്ടാവും. അവരത് മാത്രമേ ഉപയോഗിക്കുള്ളൂ, അത് മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ അതിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ അവർക്ക് പരിചിതമായ അവർ ഉപയോഗിച്ചിട്ട് ഓക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ അവർ ചിലപ്പോൾ പർച്ചേസ് ചെയ്യുള്ളൂ. അതൊക്കെ അവരുടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായി നമുക്ക് പറയാം. കാരണം അൺസർട്ടനിറ്റി ഉള്ളൊരു സമയത്ത് അല്ലെങ്കിൽ റിസ്ക് ഉള്ളൊരു സമയത്ത് കൺസ്യൂമർ എപ്പോഴും അവർ ഓൾറെഡി യൂസ് ചെയ്ത് പരിചയമുള്ള പ്രൊഡക്റ്റ് മാത്രമാണ് അവർ പ്രിഫർ ചെയ്യുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. പുതിയൊരു ഗ്രോസറി സ്റ്റോറിൽ പോകാനോ അല്ലെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യാനോ ഷോപ്പിങ്ങോ ഒക്കെ കണ്ടിന്യൂ ചെയ്യാനൊന്നും അവർ ചിലപ്പം റെഡി ആയിക്കൊള്ളുന്നില്ല. യൂസിങ് ഇൻഷുറൻസ് ഓർ വാറണ്ടീസ്. ചില കൺസ്യൂമേഴ്സ് വാങ്ങുന്ന സമയത്ത് തന്നെ ഇൻഷുറൻസ് കൂടി ഒപ്പം, കാരണം ഭാവിയിൽ റിസ്ക് ഉണ്ടാവുമോ എന്ന് പേടിച്ചുകൊണ്ട് അതിനൊരു പ്രൊട്ടക്ഷനും വാറണ്ടിയും ഒക്കെ ചോദിച്ചിട്ടായിരിക്കും അവർ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 7 പോയിന്റ് എന്താ അറിയോ, ചില സമയത്ത് നമുക്ക് റിസ്ക്കും അൺസർട്ടനിറ്റിയും ഒക്കെ ഉണ്ടായിരിക്കാം. കാരണം ഡിമാൻഡ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റിയാണ് പറയുന്നത്. നമുക്കൊരു കാര്യത്തിനെക്കുറിച്ച് വ്യക്തത ഇല്ലാതിരിക്കുക, റിസ്ക് ഉണ്ടാവുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും, അപ്പോൾ എങ്ങനെയാണ് ആളുകൾ കൺസ്യൂമേഴ്സ് എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഡിമാൻഡ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഹൗ കൺസ്യൂമേഴ്സ് മേക്ക് പർച്ചേസിങ് ഡെസിഷൻ. എങ്ങനെ കൺസ്യൂമേഴ്സ് ഡെസിഷൻ എടുക്കും, പർച്ചേസിങ് ഡെസിഷൻ എടുക്കും വെൻ ദേ ആർ അൺഷുവർ അബൌട്ട് ദ ഫ്യൂച്ചർ ഔട്ട്കംസ്. ഭാവിയിൽ ഇതിനെക്കുറിച്ച് എന്തുണ്ടാവും നമുക്ക് ഒരു തീരുമാനവും ഉറപ്പില്ലാതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ ഒരു സമയത്തിൽ നമ്മൾ തീരുമാനം എടുക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ്. കാരണം അപ്പം നമ്മൾ പണം ഭാവിയിൽ നമുക്ക് ജോലി പോവും അല്ലെങ്കിൽ എക്കണോമി ശരിയാവും തോന്നണില്ല, അങ്ങനെ വരുമ്പോഴൊക്കെ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം വാങ്ങാൻ നോക്കും. മാക്സിമം ഡിസ്കൗണ്ടും അതേപോലെ ബാർഗെയിനിങ് ഒക്കെ ചെയ്യാൻ നോക്കും. പണത്തിന് മാക്സിമം സേവ് ചെയ്യാനുള്ള കാര്യം നോക്കും. നമ്മുടെ ചോയ്സിനെ ഒന്നിലധികമായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാൻ നോക്കും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ഒന്നും വാങ്ങണ്ട പിന്നീട് വാങ്ങാമെന്ന് പറഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു പരീക്ഷണത്തിൽ നിൽക്കില്ല. നമ്മൾക്ക് വിശ്വാസമുള്ളതും ഫെമിലിയറായ കാര്യങ്ങളും മാത്രം നമ്മൾ പൈസ കൊടുക്കുള്ളൂ. ആൻഡ് ഇതെന്തെങ്കിലും അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇൻഷുറൻസും വാറണ്ടിയും ഒക്കെ ചോദിച്ച് വാങ്ങിക്കും. ഇതൊക്കെയാണ് റിസ്ക്കും അൺസർട്ടനിറ്റി ഉള്ള സമയത്ത് കൺസ്യൂമർ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിക്കേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ എത്ര മാർക്കിന്, ഇവിടെ ഇപ്പം നമ്മൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും കണ്ടു. അതേപോലെ തന്നെ ഒരു 6 മാർക്കിന് വരാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യനുമാണ് കണ്ടത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്